ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ഒരു മീഡിയത്തിലെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് വേവ്സ് എന്ന് വിളിക്കുക. സാധാരണ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന പ്രോഗ്രസീവ് വേവിനെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് y of xt is equal to എന്താണ് ഈ y of xt എന്നൊക്കെ പറഞ്ഞുതരാം, a sin omega t minus kx എന്നാണ്. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് എന്താണ് ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ആണ്. അതേപോലെ എക്സ് എന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഇത് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ റിലേഷൻ എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ എഴുതണം ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ സാധാരണയായി കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് വേവ് എങ്ങനെയാ എഴുതാന്നായിരിക്കും. അപ്പം y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആയിരിക്കും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ പലരും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇങ്ങനെ വന്നതെന്നായിരിക്കും. നമുക്ക് ഒരു പ്രോഗ്രസീവ് വേവിനെ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ വൈ ആക്സിസും അതുപോലെ എക്സ് ആക്സിസും അടയാളപ്പെടുത്തി ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആണ് ഞാൻ ഈ വൈറ്റ് കളറിൽ ഡോട്ടായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പം ഇതാണല്ലോ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ആ ക്രസ്റ്റ് ഇവിടെ എത്തിയെന്ന് കരുതുക. അപ്പോൾ ഇതാണ് എങ്ങോട്ടാണോ ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് ട്രാവൽ ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വേവ് ട്രാവൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നത്? ഇത് നോക്കൂ, ഈ ഒരു പാർട്ടിക്കിൾ വൈ ഡയറക്ഷനിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഓസിലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ആനിമേഷൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വേവിൻ്റെ ഈ ഭാഗത്തിന് ഇത്രയും, അതായത് ഒരു പാർട്ടിക്കിൾ, മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് ഇതിൻ്റെ എക്സ് ആക്സിസിൽ നിന്നും വൈ ഡയറക്ഷനിലോ നെഗറ്റീവ് വൈ ഡയറക്ഷനിലോ ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക. അപ്പോൾ ഈ നെഗറ്റീവ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിച്ചാൽ നെഗറ്റീവ് എ എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു വേവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനുവേണ്ടി നോക്കൂ, ഇത് കുറേ പാർട്ടിക്കിൾസ് ആണ്. അത് ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ്. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തിരിക്കുന്നു. ഇത് എക്സ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. നോക്കൂ, ഒരു ഡിസ്റ്റർബൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് കരുതുക. ആ ഡിസ്റ്റർബൻസിനെ കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ ഒരു വേവിൻ്റെ ഡ്യൂട്ടി. അതിനുവേണ്ടി പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം നോക്കൂ, ഈ ഡിസ്റ്റർബൻസ് ഇവിടെ എത്തുമ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഈ വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പറയൂ, ഈ പാർട്ടിക്കിൾ ആയിരിക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ ആയിരിക്കോ ആദ്യം ഓസിലേറ്റ് ചെയ്ത് തുടങ്ങുക? ഒന്ന് ഇമാജിൻ ചെയ്യൂ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഒരു വൈബ്രേഷൻ അല്ല ഒരു ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ പാർട്ടിക്കിൾ അല്ലേ ആദ്യം ഓസിലേറ്റ് ചെയ്യുക. പക്ഷേ ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ടൈം ലാഗിൽ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാകും ഈ ഓസിലേഷൻ. അങ്ങനെയാണ് ഒരു വേവ് ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊന്ന് കാണാം. നോക്കൂ, ആദ്യത്തെ പാർട്ടിക്കിൾ ജമ്പ് ചെയ്തു, പക്ഷെ ബാക്കിയൊക്കെ റെസ്റ്റിലാണ്.
ഇത് കുറച്ചും കൂടി മേലോട്ട് ജമ്പ് ചെയ്തു. അപ്പോഴേക്കും തൊട്ടടുത്ത പാർട്ടിക്കിൾ ജമ്പ് ചെയ്തു. അപ്പോൾ ഇവൻ മൂന്നാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. വീണ്ടും ഇപ്പോൾ ആദ്യത്തെ, അതായത് ഒറിജിനിൽ ഉണ്ടായിരുന്ന ഈ പാർട്ടിക്കിളിന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു എന്ന് കരുത്. ഇനി ഇവൻ എന്താ ചെയ്യുക? ഇനി ഇവൻ താഴോട്ട്, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വൈ ഡയറക്ഷനിൽ അവൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവൻ റീസ്റ്റോറിങ് ഫോഴ്സ് കൊണ്ട് അവൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോരാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കൂ, കണ്ടോ? അപ്പോഴേക്കും അപ്പുറത്തുള്ള രണ്ടാമത്തെ പാർട്ടിക്കിൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്തി. അങ്ങനെ ഒരു ടൈം ഡിഫറൻസിൽ ഇവർ എല്ലാവരും ഓസിലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കൂ, കണ്ടോ? ഒന്നും കൂടി കണ്ടു നോക്കാം. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്ന്. നോക്കൂ, അതായത് ഈ പാർട്ടിക്കിള് 180 ഡിഗ്രി ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ക്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 180 ഡിഗ്രിയും കൂടി ഇവൻ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 360 ഡിഗ്രി ഓസിലേറ്റ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ഈ ഒരു പാർട്ടിക്കിൾ പൂർത്തിയാക്കുമ്പോൾ ഈ ക്രസ്റ്റ് എവിടെ എത്തും നോക്കാം. കണ്ടോ? ഇപ്പൊ ഈ ഒരു പാർട്ടിക്കിള് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി 360 ഡിഗ്രി ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പൂർത്തിയാക്കിയപ്പോൾ ഇവൻ അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇവന് ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. ഇവന് കുറച്ചും കൂടെ 180 കൂടി പിന്നിലാണ്. അപ്പോൾ ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിക്കിൾസ് റൈറ്റ് സൈഡിലുള്ള പാർട്ടിക്കിൾസിനേക്കാളും ഫേസ് മുമ്പിലായിരിക്കും. ഫേസ് എന്ന് വെച്ചാൽ ആംഗിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വേവ് ഇവിടെയുള്ള ആദ്യം ഉണ്ടായിരുന്ന ക്രസ്റ്റ് വലത്തോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡയഗ്രം ഇതാണ്. എന്താണ് ഈ ഡയഗ്രത്തിന്റെ മീനിങ്? ഒരു ഡിസ്റ്റർബൻസ് റൈറ്റ് സൈഡിലേക്ക് അഥവാ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. തീർച്ചയായും ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഓസിലേറ്റ് ചെയ്ത് അവൻ 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് വെക്കണം. ഒ എന്ന ഒറിജിനിൽ നിന്നും എക്സ് ദൂരം ഞാൻ എടുക്കുകയാണ്, എക്സ് ദൂരം. കാരണം ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ്. ഇവിടെ പി എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിളിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് സമയം മുമ്പ് ഇവിടെയുള്ള ഈ പാർട്ടിക്കിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഡയഗ്രാം. ഇവിടെ ഒറിജിനിലുള്ള പാർട്ടിക്കിള് ഓസിലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ വൈ ഓഫ് എക്സ് ടിയിൽ എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒറിജിനിൽ നിന്നും ഈ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ഇതാണ് എക്സ്. അപ്പോൾ ഈ പാർട്ടിക്കിള് ഒറിജിനിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് എക്സ് ഡയറക്ഷനിലേക്ക് നമ്മൾ പോവാത്തത് കൊണ്ട് നമ്മൾ ഈ ഒറിജിനിൽ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ എക്സ് എന്താ? 0 ആണ്. വൈ 0t ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതും. കാരണം എന്താ? ടൈം 0 ആയ സമയത്ത് ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ടൈമിന് ഇതും കൂടി 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വൈ ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടുക. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓസിലേഷൻ. സ്റ്റാർട്ട് ചെയ്താൽ എങ്ങോട്ടാ പോവുക? വൈ ഡയറക്ഷനിൽ, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. വൈ ഓഫ് 0t ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഒരു പാർട്ടിക്കിളിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഇത്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഡയഗ്രത്തിലുള്ളതുപോലെയാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പാർട്ടിക്കിള് 180 ഡിഗ്രി പോയി വന്നു അല്ലേ? അപ്പോഴേക്കും ഡിസ്റ്റർബൻസ് എവിടെ എത്തി നോക്കൂ. ഈ പിയിലുള്ള ഡിസ്റ്റർബൻസിന്റെ പ്രത്യേകത എന്താണ്? പിയിൽ ഡിസ്റ്റർബൻസ് എത്തി അല്ലെ, ജസ്റ്റ് എത്തി. പക്ഷേ പിയിലുള്ള പാർട്ടിക്കിൾ എന്തുപോലെ? നേരത്തെ ഓയിലുള്ള പാർട്ടിക്കിൾ കുറച്ച് സമയം മുമ്പ്, നമുക്ക് പറയാം ടി എന്ന സമയം മുമ്പ് ഈ ഓയിലുള്ള പാർട്ടിക്കിൾ എന്തായിരുന്നു അവസ്ഥ? റെസ്റ്റിലായിരുന്നു അല്ലേ? അതുപോലെയാണ് ഇപ്പോൾ എക്സ് ദൂരത്തുള്ള ഈ പാർട്ടിക്കിളും ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പറയാം എക്സ് ദൂരത്ത് y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു
എ സൈൻ ഒമേഗ ടി മൈനസ് ടി. ഇപ്പൊ പല കുട്ടികളും ആലോചിക്കുന്നത് ഇതെന്താ ടി മൈനസ് ടി എന്ന്, അല്ലേ? ടി മൈനസ് ടി എന്ന് വെച്ചാൽ എന്താ? 0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്താ കിട്ടുക? എക്സ് ദൂരത്ത് പി എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിളിന്റെ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് ഈ ഡയഗ്രം നോക്കുന്ന ആർക്കും അറിയാം എത്രയാ? 0. അപ്പൊ നമുക്കിത് 0 കിട്ടൂലേ? അപ്പൊ എന്തിനാ ടി മൈനസ് ടി കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല, ആദ്യം എക്സ് 0 ആയിരുന്നപ്പോൾ ടി ടൈം മുമ്പേ ഒ എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിൾ എന്താ ചെയ്തത്? അവൻ 0യിലായിരുന്നു. ഇപ്പോഴുള്ളതല്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഡയഗ്രം കാണിച്ചു തന്നിരുന്നു. ആ ഡയഗ്രമാണ് ഇത്, അല്ലെ? ഇവിടെ എന്താണോ ഓയിലുള്ള പാർട്ടിക്കിൾ ചെയ്യുന്നത് അത് തന്നെയാണ് എക്സ് ദൂരത്ത് ആഫ്റ്റർ ടി ടൈം പി എന്ന പോയിന്റുള്ള പാർട്ടിക്കിളും ചെയ്യുന്നത്. അതാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എനിക്ക് മാറ്റി എഴുതാം. y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ്, നോക്കൂ ഈ രണ്ട് ടൈമും സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ടി മൈനസ് ടി എന്ത് കിട്ടിയത്? 0 കിട്ടിയത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നല്ലേ? ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഒരു വേവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ പല എക്സിലും ആ പാർട്ടിക്കിൾ എന്താണ്, ആ പാർട്ടിക്കിളിന്റെ സ്റ്റേറ്റ് എന്നറിഞ്ഞാൽ നമുക്ക് ആ വേവിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. അതിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എക്സ് 0 ആയപ്പോൾ ഒരു ഇക്വേഷൻ എടുത്തു. എക്സ് ദൂരത്ത് ആഫ്റ്റർ ടി ടൈം നമ്മൾ എന്ത് ചെയ്തു? അവിടെയുള്ള പാർട്ടിക്കിളിനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്നുവെച്ചാൽ എ സൈൻ ഒമേഗ ടി മൈനസ്, ഇതിലേതെങ്കിലും ഒരു ടീനെ ഞാൻ മാറ്റാൻ പോവാണ്. ഇത് രണ്ടും ഒരേ ടി തന്നെ കേട്ടോ. നമുക്കറിയാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ? അപ്പൊ ഈ ടൈമിന് നമുക്ക് എന്ത് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതി കൂടെ? അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ഏതെങ്കിലും ഒരു ടൈമിനെ നമ്മൾ ഇത് മാറ്റി കൊടുക്കുന്നു, എക്സ് ബൈ വി. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ആവരുത്, ഈ ടൈമും അതുപോലെ ഈ ടൈമും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടൈം മൈനസ് സെയിം ടൈം ചെയ്ത് നമുക്ക് 0 കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ദൂരത്ത്, അതായത് ഒറിജിനിൽ നിന്നും എക്സ് ദൂരത്തുള്ള പാർട്ടിക്കിളിന്റെ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 കിട്ടും. അതാണല്ലോ നിങ്ങളിപ്പോൾ കാണുന്നത്, ഇവിടെ 0 ആണല്ലോ. പക്ഷെ എപ്പോഴും ഇത് 0 കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ ഞാൻ എടുത്ത ഈ ഒരു ഡയഗ്രത്തിൽ ഈ എക്സ് ദൂരത്ത് ഞാനത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആയ ഒരു പാർട്ടിക്കിളിനെ എടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. എന്നിട്ട് നമ്മളൊരു ജനറൽ ഇക്വേഷനിൽ എത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒമേഗ ടിയിൽ ടി മൈനസ് ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം. ടി മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടൈം മൈനസ് അതുവരെ കഴിഞ്ഞ ടൈം. ഇപ്പോൾ ഉള്ള ടൈം ടി ആണെങ്കിൽ അതുവരെ കഴിഞ്ഞ ടൈം എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 0 കിട്ടുന്നത്. ക്ലിയർ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ടൈമിനെ ഞാൻ ഈ ഒരു റിസൾട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടും y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ, ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു, ഒമേഗ ടി മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ബൈ വി. ഈ ഇക്വേഷൻ വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. എ സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗക്ക് പകരം 2π/t നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, എക്സ് ബൈ വി അല്ലേ? ഇതിനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. എ സൈൻ ഒമേഗ ടി മൈനസ് 2π എന്താ 1/t. നമുക്കറിയാം ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1/T വരാം ഫ്രീക്വൻസി എഫ് എന്ന് കൊടുക്കാം, ഇൻറ്റു എക്സ് ബൈ വി. ഇനി ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. എ സൈൻ ഒമേഗ ടി മൈനസ് 2πf ഇൻറ്റു എക്സ് ബൈ എഫ് ലാംഡ. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയത്? സിൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതും പഠിച്ചിട്ടുണ്ട്, സ്പീഡ് ഓഫ് എ വേവിനെ നമുക്ക് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് എഴുതാം. അതാണ് എഫ് ലാംഡ. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഈ എഫും എഫും ക്യാൻസൽ ആയി പോവും. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ശ്രദ്ധിക്കൂ. എ സൈൻ ഒമേഗ ടി മൈനസ് 2π/λ ഇൻറ്റു എക്സ് എന്നല്ലേ കിട്ടുക?
അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാം. y of xt is equal to a sin omega t minus 2 pi ലാംഡയെ നമുക്ക് k എന്ന് എഴുതാം. ഈ kക്ക് ഒരു പേരുണ്ട്, എഴുതി വെച്ചോളൂ. വേർ k is equal to 2 pi lambda called angular wave number. ഇവന്റെ പേരാണ്, എഴുതി വെച്ചോളൂ, ആംഗുലാർ വേവ് നമ്പർ. അപ്പോൾ k എന്നാൽ ആംഗുലാർ വേവ് നമ്പർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ് വിച്ച് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ടി ഇത് രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ x/v നമ്മൾ ആദ്യത്തെ ടിക്കാണ് കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? y of xt നമുക്ക് കിട്ടും a sin kx മൈനസ് ഒമേഗ ടി. അപ്പം ഇങ്ങനെ കിട്ടിയാലും ഇതും എന്ത് തന്നെയാണ്? ഈ ഇക്വേഷനും കറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് ഫോർ എ പ്രോഗ്രസീവ് വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ എക്സാമിനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഒരു പ്രോഗ്രസീവ് വേവിന് ഇതേപോലെയുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ വന്നത് എന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന പ്രോഗ്രസീവ് വേവിനെ y of xt ഈസ് ഈക്വൽ ടു a sin ഒമേഗ ടി മൈനസ് kx എന്നോ, അല്ലെങ്കിൽ y of xt ഈസ് ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി എന്നോ എഴുതാം. ഇനി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഈ വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിലോ y of xt ഈസ് ഈക്വൽ ടു a sin ഒമേഗ ടി പ്ലസ് kx എന്നോ, അല്ലെങ്കിൽ y of xt ഈസ് ഈക്വൽ ടു a sin kx പ്ലസ് ഒമേഗ ടി എന്നോ എഴുതാം. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ് ഈ പ്രോഗ്രസീവ് വേവ് ട്രാവൽ ചെയ്യുന്നത്? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ.